യൂറോപ്യൻ രാജ്യങ്ങളിലെ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരെ കഷ്ടകാലം തുടങ്ങി. ഇപ്പം എന്താണെന്ന് കാണിച്ചില്ല. നിങ്ങളിപ്പോൾ ആദ്യം കണ്ട വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് രഞ്ജിത്ത്. അവൻ അവിടെ ട്രക്ക് ഡ്രൈവറാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കണതാണ് ട്രക്കായിട്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തണുപ്പ് ടൈമാണ് ഈ എല്ലാ കൊല്ലം നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള ഒരു ടൈം. അപ്പോൾ ഈ മഞ്ഞ് വീഴ്ച കാരണം കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവേഴ്സിന് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരൊന്നും ലോഡൊക്കെ കയറ്റിക്കൊണ്ടാണല്ലോ പോകണം, മറ്റുള്ള വണ്ടികൾ പോലെയല്ല. അപ്പോൾ വണ്ടി ഈ ചാലിലൂടെ അവൻ പറഞ്ഞ ഈ ചാലിലൂടെ ഓടിക്കാനേ പറ്റുള്ളൂ ഈ മഞ്ഞില്ലാതെ. എങ്ങാനും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി ബ്രേക്കൊക്കെ പിടിച്ചാൽ തെന്നി റോട്ടിൽ നിന്ന് തെന്നി പുറത്തേക്ക് പോകും. അപ്പോൾ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ അവൻ ചെല്ലുമ്പോഴേക്കും അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പം എനിക്കിത് അയച്ചപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ നിങ്ങളെ കൂടി കാണിക്കാം. അവൻ്റെ അടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു തരാൻ പറഞ്ഞു, വീഡിയോ ക്ലിപ്സ്. അപ്പോൾ അങ്ങനെ അയച്ചു തന്നതാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവർ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ സാധനം ലോഡ് ചെയ്യുമ്പോഴും തിരിച്ചിറക്കുമ്പോഴും ഇവർ പുറത്തിറങ്ങി നിൽക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ഈ മഞ്ഞ ടൈമിൽ ഇത്രയും തണുപ്പത്താണ് ഇവരിറങ്ങി നിൽക്കുന്നത്. അവരുടെ കയ്യൊക്കെ പോയിച്ച് പിടിക്കും, വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർക്ക് കൂടുതലായിട്ട് ഈ മഞ്ഞൊക്കെ കിട്ടുന്നത് സ്വീഡൻ, നോർവേ, ഇറ്റലി, അങ്ങനെ ഓസ്ട്രിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ ഈ മഞ്ഞ് കൂടുതൽ അനുഭവപ്പെടണമെന്നുള്ളതാണ് അവൻ പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല. നമ്മളിവിടെ ഇരുന്ന് എറണാകുളത്ത് നിന്നും ഈ ഇവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നല്ല. അതാണ് നമ്മുടെ വിജയം. അതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കിട്ടും. പിന്നെ ഇവൻ പറഞ്ഞാൽ റിസ്ക്കാണ്ട് ഈ ചാനലിലൂടെ തന്നെ ഓടിക്കണം. പിന്നെ ഹൈവേയിലൊക്കെ എന്താണ് ഇവരുടെ ഈ മഞ്ഞ് മാറ്റി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുണ്ടെന്ന് പറയണം, ഉപ്പിട്ടെന്തോക്കെ. പക്ഷേ അപ്പോഴും ചെറിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റിസ്ക്കാണ്. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ നോക്കിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇവർക്ക് വിഷ്വലും പ്രശ്നമാണ്. ഈ മഞ്ഞ് ഇങ്ങനെ വന്ന് ഗ്ലാസ്സിലേക്ക് വീണണ്ട. അപ്പോൾ ഭയങ്കര റിസ്ക്കുള്ള ടൈമാണ്. ഇവന് ആദ്യമായിട്ട് ഇത് അനുഭവിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നെന്ന് പറയണം, വല്ലാത്തൊരു അനുഭവമായിരുന്നെന്ന് പറയണം. അപ്പോൾ ഇതേപോലെ പല കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മളിൽ നിന്നും പലരും പോയി അവിടെയൊക്കെ പണിയെടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇട്ട് തന്നെയുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നിങ്ങളറിയണം, അല്ലെങ്കിൽ അവിടുത്തെ എൻജോയ്മെൻറ്റും അറിയണം, എല്ലാം അറിയണമല്ലോ. ജീവിതത്തിൽ പലതും ഉണ്ടല്ലോ, സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും അവൻ അയച്ചതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റി. പിന്നെ ഇതുപോലെ പലപ്പോഴും പല വീഡിയോസും ചോദിക്കാറുണ്ട്. പിന്നെ ഇവർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ടും പിന്നെ അവിടെ അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഭാവിയിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൊണ്ടുവരാം. എന്തായാലും വല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മുടെ ഇവിടുത്തെ തണുപ്പൊന്നും അല്ല, തണുപ്പെന്നുള്ളതാണ്. പിന്നെ കയ്യൊക്കെ കോച്ചി പിടിച്ച് പോകുമെന്ന് പറയണം. വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇവന് ഓടിക്കുന്ന ട്രക്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 40 അടിയുടെ മേളിലുണ്ട് കേട്ടോ. അതെന്തായാലും നമുക്കൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വിഷ്വൽസ് ഞാൻ പറയണവരൊക്കെ എടുത്ത് തന്നെ എന്നിട്ട് ഇവിടെ ഇരുന്ന് തള്ളി മറിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അവനെടുത്ത് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇവൻ ട്രക്ക് ഡ്രൈവർ ആവാനുള്ളൊരു കാരണമുണ്ട്. അത് നിങ്ങളൊന്നും ഒരിക്കലും അറിയേണ്ടതാണ്. അത് ഒരിക്കൽ ഞാൻ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര എന്താണ് പറയുക, രസകരവും പിന്നെ കുറേ പ്രാർത്ഥനയുടെയൊക്കെ ഫലമാണെന്നൊക്കെ പറയണവരെ അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെന്തായാലും ഭാവിയിൽ അതുപോലത്തെ ഒരു വിഷ്വൽ കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും രഞ്ജിത്ത് അയച്ചു തന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഓക്കെ, ബൈ.